വറുത്തരിശ്ശേരി എല്ലാ മലയാളികളുടെയും ഹൃദയത്തോട് ചേർന്നുള്ള ഒരു റെസിപ്പി. ഇത് സ്പെഷ്യൽ ഒക്കേഷനിലാണ് ഉണ്ടാക്കാറുള്ളത്. ഓണത്തിനോ വിഷുവിനോ അല്ലെങ്കിൽ കല്യാണത്തിനോ ഒക്കെയാണ് ഉണ്ടാക്കാറ്. പക്ഷെ അതിൻ്റെ സ്വാദ് കൊണ്ട് പലപ്പോഴും നമ്മൾ സാധാരണ ദിവസങ്ങളിലും ഇത് ഉണ്ടാക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് മത്തങ്ങ വറുത്തരിശ്ശേരിയുടെ റെസിപ്പി നോക്കാം. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി നേരത്തെയുള്ള കുറച്ച് റെസിപ്പീസിൻ്റെ, കുറച്ച് സ്നാക്സിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കാണാൻ മറക്കല്ലേ. വറുത്തരിശ്ശേരിക്ക് വേണ്ടി ഞാൻ മത്തൻ ഒരു 300 ഗ്രാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വലുതും ചെറുതുമായിട്ടുള്ള എല്ലാ കഷ്ണങ്ങളും ഉണ്ട്. പാകം ചെയ്യുമ്പോൾ ചിലത് ഉടഞ്ഞു പോകും, ചിലത് കഷ്ണങ്ങളായിട്ട് തന്നെ നിൽക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ വേണം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ആവാട്ടോ. സ്പൈസ് ലെവലിനനുസരിച്ച് എരിവ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് പാകത്തിന് ഉപ്പും പാകത്തിന് വെള്ളവും. വെള്ളം ചേർക്കുമ്പോൾ പച്ചക്കറിയുടെ ലെവലിനനുസരിച്ച് മാത്രം വെള്ളം ചേർക്കുക. ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം. പച്ചക്കറിയിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങാനുണ്ട്, അതുകൊണ്ട് വെള്ളം ചേർക്കുമ്പോൾ സൂക്ഷിച്ച് ചേർക്കുക, അധികമായി പോകരുത് കേട്ടോ. വറുത്തരിശ്ശേരി സാധാരണ കുറച്ച് കട്ടിക്കാണ് ഉണ്ടാക്കുക. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ സാധാരണ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി തിക്നെസ് കുറവായിരിക്കും. എന്നാൽ ഒരുപാട് വാട്ടറി ആയി പോകരുത് കേട്ടോ. അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ ലെവല് എപ്പോഴും ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. പാത്രം അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കണ്ടേ. എല്ലാവരും ചോദിക്കാറുണ്ട് വറുത്തരിശ്ശേരിയും സാധാരണ എരിശ്ശേരിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. അതിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിലുള്ള വറവൽ കൂടുതലായിരിക്കും ഉള്ളതാണ് സാധാരണ എരിശ്ശേരിയേക്കാളും. പിന്നെ അതിലുപയോഗിക്കുന്ന സ്പൈസസിൻ്റെ വ്യത്യാസമാണ്. ഇത് രണ്ടുമാണ് മേജർ വ്യത്യാസങ്ങൾ. പിന്നെ ലൊക്കാലിറ്റിക്ക് അനുസരിച്ച് ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസിൽ ചെറുതായിട്ടുള്ള വ്യത്യാസങ്ങളും ഉണ്ടാവാറുണ്ട്. അതേപോലെ ഒരു ചെറിയൊരു വ്യത്യാസം എൻ്റെ അരപ്പിലും ഉണ്ട് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണേ. 100 ഗ്രാം ചിരവിയ തേങ്ങയ്ക്ക് 1 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് പല്ല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ അളവ് കൂടിപ്പോരുത്. വെളുത്തുള്ളിയുടെയും ചെറിയുള്ളിയുടെയും അളവ് കൂടിപ്പോരുത്, പുഴുക്കിൻ്റെ സ്വാദ് വരും. എരിശ്ശേരി ആയതുകൊണ്ട് എല്ലാം കൂടെ ചേർത്ത് തരിതരിപ്പായി മാത്രമേ അരച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ. മിനുസായിട്ട് അരച്ചെടുക്കാൻ പാടില്ല. ഇതുപോലെ അരച്ചെടുക്കണം. നമ്മൾ വേവിക്കാൻ വെച്ച കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ച തേങ്ങ ചേർക്കണം. മലബാറിലേക്ക് ചില ഭാഗങ്ങളിലേക്ക് മാത്രമേ അരപ്പിൻ്റെ കൂടെ വെളുത്തുള്ളി ചേർക്കുന്ന പതിവുള്ളൂ കേട്ടോ. മിക്കവാറും ആൾക്കാർ സാധാരണ എരിശ്ശേരിക്കായാലും വറുത്തരിശ്ശേരിക്കായാലും വെളുത്തുള്ളി ചേർക്കുന്ന പതിവില്ല. പക്ഷെ കേരളത്തിൻ്റെ തെക്ക് ഭാഗത്തേക്ക് അരപ്പിൻ്റെ കൂടെ വെളുത്തുള്ളി നിർബന്ധമാണെന്നാണ് കേട്ടിട്ടുള്ളത്. അരപ്പ് ചേർത്ത് കഷ്ണങ്ങൾ ഒരുപാട് അങ്ങ് ഉടയാതെ തന്നെ ഇളക്കിയെടുക്കണേ. വേറൊരു കാര്യം കൂടിയുണ്ട്. ചെറിയുള്ളി ചേർക്കുന്നത് 2 രീതിയിൽ ചേർക്കാറുണ്ട്. ഒന്നുകിൽ അരപ്പിൻ്റെ കൂടെ അല്ലെങ്കിൽ വറവലിൻ്റെ കൂടെ. അരപ്പിൻ്റെ കൂടെ ചേർക്കുന്നത് കൊണ്ട് ഒരു ഗുണമുണ്ട്, ഉള്ളി കുറഞ്ഞ അളവിൽ മതി, എന്നാൽ ഉള്ളിയുടെ രുചിയും കിട്ടും. വറവലിൻ്റെ കൂടെ ചേർക്കുമ്പോൾ ഉള്ളിയുടെ അളവ് കൂട്ടിയെടുക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ വ്യത്യാസം. അരപ്പ് ചേർത്തിട്ട് ഒരു 30 സെക്കൻഡോളം നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം കേട്ടോ. അരപ്പ് ഒന്ന് വെന്ത് കിട്ടണം. ഇത് കൽച്ചട്ടിയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ തീ ഓഫാക്കിയിട്ട് വെച്ചാലും മതി. മൺചട്ടിക്കും കുറേയൊക്കെ ചൂട് നിൽക്കും. ആ ചൂടിൽ കിടന്ന് വെന്താലും മതി. ഇതപ്പോൾ അരപ്പ് വെന്തിട്ടുണ്ട്. നമുക്ക് അടുപ്പത്ത് നിന്ന് മാറ്റാം കേട്ടോ. ഇനി നമുക്ക് വറുത്തരിശ്ശേരി ആക്കുന്ന വറവലിലേക്ക് കടക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ.
3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ആദ്യം കടുകാണ് വേണ്ടത്. 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. വറവലിലേക്കുള്ള അടുത്ത ഇൻഗ്രീഡിയൻറ്റ് അരിയാണ്, വളരെ പ്രധാനമാണ്. നെല്ലുത്തരി കിട്ടുകയാണെങ്കിൽ അത് എടുക്കുക, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അരി ആയിരുന്നാൽ മതി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പുഴുങ്ങലരിയാണ്. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അരി ചേർത്ത് കൊടുക്കുക. ഇനി അരി ഒന്ന് ബ്രൗൺ നിറമായി, നല്ലോണം പൊട്ടി നല്ല ബ്രൗൺ നിറമാകുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അടുത്തത് ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് തേങ്ങയാണ്. 100 ഗ്രാം തേങ്ങ തന്നെ എടുത്തിട്ടുണ്ട്. അരപ്പിലേക്ക് നമ്മൾ 100 ഗ്രാം ആണ് എടുത്തത്. വറവലിലേക്ക് നമ്മൾ 100 ഗ്രാം തന്നെയാണ് എടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കുറച്ച് കൂട്ടിയെടുക്കാം, കുറയാൻ പാടില്ല. അരിയൊക്കെ നല്ലോണം പൊട്ടി ബ്രൗൺ നിറമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ തേങ്ങ ചേർത്ത് കൊടുത്തത്. തേങ്ങ ചേർത്ത് വഴറ്റി ഇപ്പോൾ ഒരു 1/4 ഭാഗമായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളകുമാണ്. ഒരു 4 വറ്റൽമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ. പൊട്ടിച്ചിട്ടും ചേർക്കാം, അല്ലാതെയും ചേർക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇതാ വറവല്ല ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് മാറ്റാം. ഇപ്പം നല്ലൊരു മണമാണ് കേട്ടോ അടുക്കളയിൽ. മത്തൻ്റെയും അരപ്പിൻ്റെയും എല്ലാ വറവലിൻ്റെയും എല്ലാം കൂടെ നല്ലൊരു മണമാണ്. ഇത് കൊതിപ്പിക്കുന്ന മണമാണ്. ഇത് മാത്രം മതിയില്ലേ ചോറുണ്ണാൻ. നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ മത്തങ്ങ വറുത്തരിശ്ശേരി റെഡിയാണ്. എൻജോയ് കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണേ. ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒന്നും മറക്കരുത്. വേറെന്താ, ലവ് യു ഓൾ.